that kind of stuff it. എന്നെ ആരും വിളിച്ചില്ലടോ, അത്രേ ഉള്ളൂ. ഇല്ല, ഈ ചോദ്യം നിങ്ങൾ ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മഹാ മണ്ടത്തരമാണ്. അത് മണ്ടത്തരായിരിക്കും. എന്തായാലും പിന്നെ ഞാൻ വിവാഹം കഴിച്ചു, പിന്നെ ഒരു ഡിവോഴ്സ് നടന്നു, പിന്നെ ഒരു ഡിപ്രഷൻ നടന്നു, പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു, പിന്നെ ഈ പടം ചെയ്തു. അപ്പൊ ഒരു 10 വർഷം എടുക്കൂലോ. അത് നിങ്ങൾ ഇവരോട് അഖില ഇനി ഉണ്ടാവോ? It's a story, like, you know, the entire set, the whole story was the reason why I joined. പിന്നെ ഞാൻ ഇതിലൊരു ചെറിയ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അഖിലിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ തന്നെ അഖിൽ പറഞ്ഞു, ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നില്ല, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് ഏൽപ്പിക്കുകയാണ്. And he gives that respect to each and every artist who's joined. അതുപോലെ തന്നെ ഞാൻ പ്രോജക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ദേവികയായിട്ട് whatever my attempts were, they were all very supportive. പിന്നെ ഈ പടത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത പടമാണ്. ഇത്രയും വർഷമായെങ്കിലും എൻ്റെ വോയിസ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു ക്യാരക്ടറിന് വേണ്ടി. അപ്പം ആദ്യമായിട്ട് ദേവികയ്ക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ വോയിസ് യൂസ് ചെയ്തത്. അതും അഗൈൻ ഈ 2 ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടാണ്. സോ ഇറ്റ് വാസ് മോർ ലൈക്ക് യു ക്യാൻ ഡു ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഇറ്റ് വാസ് മോർ വെരി ഫ്രണ്ട്ലി കൊലാബറേഷൻ. അപ്പം ഐ ലൈക്ക് ദി എനർജി. എല്ലാവരും നമുക്ക് ചോദ്യം ചോദിക്കാം. ഞാൻ ഇപ്പം 10 വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പം ഇല്ല വിളിക്കാമെന്ന് പറയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്നോട് ചേച്ചി നമുക്ക് അപ്പൊ ആ ഒരു വ്യത്യാസവും വന്നിട്ടുണ്ട്. സോ ഐ ക്യാൻ ആസ്ക് them because they're almost my age, how can we change the scene, what can we do? So there is that kind of stuff it. Friendship that we have in the team. So എനിക്ക് എല്ലാ രീതിയിലും ഇത് ഒരു വിൻ-വിൻ ആയിരുന്നു. താങ്കൾ ഒരാളാണ്, അപ്പോൾ വന്ന വഴി ഒരിക്കലും ഒരുപാട് കഷ്ടപ്പെട്ടുകൾ വന്നതാണ്. പക്ഷെ ഇന്ന് നിൽക്കുന്ന ഈ പോയിന്റിൽ നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പോയിന്റ് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് റിഗ്രറ്റുകൾ ഉണ്ടാവാറില്ല. ഞാൻ വിജയങ്ങളാണെങ്കിലും പരാജയങ്ങളാണെങ്കിലും ഒക്കെ അതിലേക്ക് തുടക്കം എൻ്റെ തന്നെ തീരുമാനങ്ങൾ തന്നെ ആയിരുന്നതായിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ സിനിമകൾ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഗംഭീര വിജയമാണെങ്കിലും ഗംഭീര പരാജയമാണെങ്കിലും ഒക്കെ ഞാനതിനെ വളരെ ഇമോഷണലായി തന്നെയാണ് ഞാൻ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്നത്. സിനിമകളാണെങ്കിലും അതിൻ്റെ റിസൾട്ടിനെയും ഒക്കെ. പക്ഷെ എനിക്കിതുവരെ റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചതാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ആ ആഗ്രഹം തന്നെയാണ് പിന്നീട് എൻ്റെ സ്വപ്നമായി മാറിയിട്ടുള്ളത്. ആ സ്വപ്നമാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വപ്നം ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അതിൻ്റെ കൂടെ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ ആ സ്വപ്നത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട് അതിൻ്റെ എന്താ പറയുക, അത് എന്താ പറയുക, നമ്മളങ്ങനെ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അല്ലാതെ നമുക്ക് ഞാനൊരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞൊരു കാര്യത്തിനെ പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നന്നായിരിക്കും പോലും ഞാൻ ചിന്തിക്കുന്നത് അടുത്ത തവണ അതെങ്ങനെ നന്നായി ചെയ്യാമെന്നുള്ളതാണ്. അല്ലാതെ ഇത് ചെയ്തു പോയല്ലോ എന്നാലോചിച്ച് ഞാൻ അങ്ങനെ എനിക്ക് ഒരു സിനിമയുടെ കാര്യത്തിൽ പൊതുവെ എനിക്ക് റിഗ്രറ്റുകളില്ല. ത്രില്ലർ ഫിലിം ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ സിനാരിയോ വെച്ച് കമ്പയർ ചെയ്യുന്നത് 5ാം പാതിരയുടെ എത്ര വരുമോ, അല്ലെങ്കിൽ ഫോറൻസിക്കിൻ്റെ എത്ര വരുമോ, അല്ലെങ്കിൽ പഴയ പോലെ മെമ്മറീസിൻ്റെ ടൈപ്പാണോ, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്തതിന് നമുക്ക് ഒരു ഡീസൻറ്റ് ത്രില്ലർ എന്നൊക്കെ പറയാറ്. ഇപ്പോൾ ഇനി കാണാത്ത പ്രേക്ഷകരോട് ഇതിൽ ഏത് ടൈപ്പ് എന്ന് പറയുക? കാണാത്ത പ്രേക്ഷകരോട് കണ്ടു നോക്കുന്ന പറയാം. വേറെ സിനിമ പോലത്തെ സിനിമയാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ ഓരോ സിനിമയും ആസ്വദിക്കുന്നത്. ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത്. മറ്റേതുപോലെയാണോ മറിച്ചതുപോലെയാണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റാൻ പോകും. മറ്റ് സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ നല്ലതെന്നുള്ള എനിക്ക് പൊതുവേ അങ്ങനത്തെ കമ്പാരിസൺസ്, അത് സിനിമകൾ തമ്മിലാണെങ്കിലും മനുഷ്യന്മാർ തമ്മിലാണെങ്കിലും കമ്പാരിസൺസ് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക
ഈ സിനിമ എന്താണോ അതിന് ആ രീതിയിൽ കാണുക, മറ്റെല്ലാ സിനിമകളെയും അതെന്താണോ അത് എന്നുള്ള അതിൻ്റെ രീതിയിലാണ് ഞാൻ. അത് വേറെ ഒന്നും കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ സിനിമകൾ തന്നെ. ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതുപോലെ ഈ സിനിമ പ്രേക്ഷകർക്ക് ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ ജനുവരി എന്ന് പറഞ്ഞാൽ ത്രില്ലർ ഫിലിമാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ആസിഫലിന്റെ പടം വരാറുണ്ട്, ബേസിലിന്റെ പടം വരാറുണ്ട്. ഇതൊക്കെ അപ്പൊ ഈ മാസത്തിൽ തന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് പിന്നീട് അറിയാവുന്നതല്ലേ? അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? മനസ്സിലായില്ല. അതായത് ഈ മാസത്തിൽ തന്നെ ഇത് റിലീസ് ആവാനുള്ള കാരണം എന്താണ്? കാരണം ഇപ്പോൾ മമ്മൂക്കയുടെ പടം ത്രില്ലർ ഫിലിം ആയിട്ടാണ് ജനുവരി 2-ാം തീയതി ആയതുകൊണ്ട് ഇത് മാസത്തിൽ റിലീസായി എന്നുള്ളതല്ലാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമയുടെ കാര്യങ്ങളെ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ഇതിന്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഇതിന്റെ ഡയറക്ടറും ഒക്കെ ചർച്ച ചെയ്തിട്ട് ഈ ദിവസമാണ് നല്ലതെന്ന് തോന്നിയത് കാരണം ഈ സിനിമ ഇന്നത്തെ റിലീസായി. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്തോരം കാര്യങ്ങൾ ചിന്തിക്കണം ഒരു സിനിമ റിലീസാവാൻ എന്ന് എനിക്കറിയില്ല. ലോ ആൻഡ് ഓർഡർ പടങ്ങൾ എപ്പോഴും ഒരു അട്രാക്റ്റഡ് ആയി തോന്നുന്നുണ്ടോ? ഒരു പോലീസ് വേഷം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്രൈം റിലേറ്റ് ചെയ്ത കഥാപാത്രം ചെയ്യുമ്പോൾ പ്രത്യേക ഒരു എന്താ പറയുക അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ പലപ്പോഴും? അങ്ങനത്തെ ചിത്രങ്ങളാണ് എനിക്ക് പൊതുവെ എല്ലാതരം സിനിമകളും ചെയ്യണം, പലതരം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമാണ്, അല്ലാതെ കുറച്ച് ഇപ്പോൾ പീരിയഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ റോം കോംസ് ഇഷ്ടമാണ്, എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത ജോണറിലുള്ള സിനിമകൾ തുടർന്നും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് മാത്രം അങ്ങനെ അത് എനിക്കും അത് ഭയങ്കര റിപ്പീറ്റീവായിട്ട് വന്നേക്കാം. ഞാൻ ഒരേ തരം സിനിമകൾ തന്നെ നിരന്തരമായിട്ട് ചെയ്താൽ പലതരം സിനിമകളുടെ ഭാഗമാവുക, പലതരം കഥാപാത്രങ്ങൾ ചെയ്യുക, നമ്മുടെ വീട്ടിൽ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെർട്ടിക്കുലർലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. ഞാൻ സിനിമ എന്ന് പറയുന്ന മാധ്യമം നമുക്ക് ഓഫർ ചെയ്യുന്നത് പലതരം കാഴ്ചകളാണ്. അപ്പോൾ ആ പലതരം കാഴ്ചകൾ ആകർഷണമായിട്ടാണ് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്കും തുടർന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കും മുന്നിലേക്ക് സൃഷ്ടിച്ചു വയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള സംവിധായകരുടെയും നല്ല റൂമിൻ്റെയും കാസ്റ്റിനെയും കൂടെ ശ്രമിക്കാനും സാധിക്കുക. ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അത് മുൻകൂട്ടി പടം റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ അത് പറയുന്നത് ഒരു ബാഗേജ് ആണെന്ന് വിചാരിക്കുന്നു. ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ശ്രമിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ കണ്ടു തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് എന്നും കൂടെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. ചോദ്യം അല്ല, ഇത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബാഗേജ് ആയിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. അല്ല, ഞങ്ങളപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രേക്ഷകരാണ് തന്നെ തീരുമാനിക്കേണ്ടതെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന്റെ ബാഗേജ് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല സിനിമകൾ എടുക്കുന്നത്. ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ആസ്വദിക്കുന്നത് മറ്റ് സിനിമകളാണ്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ നമുക്ക് അങ്ങനെ ഒരു പരിധി വിട്ട് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനങ്ങനെ ആസ്വദിക്കാനോ പറ്റില്ല. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ തന്നെയാണ് അതിനകത്ത് എന്റർടൈൻ ആവുകയാണെങ്കിൽ അവർ തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ. ഡയറക്ടറോടും ടോരിയോടും ചോദിക്കുന്നത്, ഇപ്പം ഏറം പോലൊരു ചിത്രം ഇറങ്ങി അതിന്റെ പ്രിന്റ് ഇറങ്ങിയതിന് ശേഷം വലിയ ഇഷ്യൂസ് ആയതാണ്, ചെയ്തവരെ കണ്ടുപിടിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ HD പ്രിന്റ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. 3D പോലത്തെ ചിത്രം ഇറങ്ങി, അതിന്റെ HD ഇറങ്ങി, മാർക്കോഡ് HD ഇറങ്ങി. അപ്പം ഈ സിനിമയ്ക്ക് എത്രത്തോളം പൈറസി പ്രൊട്ടക്റ്റഡ് ആണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഈ സിനിമയ്ക്ക് എന്നല്ല, ഏതൊരു സിനിമയ്ക്കാണെങ്കിലും പൈറസി എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും അത് HD പ്രിന്റ് ഇറക്കുന്നവരും അത് ഏതൊക്കെ രീതിയിലാണ് ഇറക്കുന്നതെന്ന് അറിയാം. അവർ നമ്മളെക്കാളും അതെ, അതേപോലെ നമ്മൾ എത്ര പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാളും മുകളിലാണ് ഇതൊക്കെ ഇറക്കുന്ന ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ട്രെൻഡ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നാണ് എന്നത് മനസ്സിലാക്കുന്നത്. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനൊരു ട്രെൻഡ് പോകാതിരിക്കാനായിട്ട്. പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവുകയും ഏറെമിലേക്ക് തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്, ട്രൈപോഡൊക്കെ വെച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് അത് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പലപ്പോഴും നമ്മളുടെയൊക്കെ പരിധിക്ക് പുറത്ത് നിന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ പൈറസി പുറത്ത് വരാതിരിക്കുക എന്നുള്ള കാര്യം. അതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ, അത് എളുപ്പമാണ്, നല്ല സൊല്യൂഷനാണ്. അങ്ങനത്തെ പൈറേറ്റഡ് കോപ്പീസ് പ്രേക്ഷകർ
കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം. തിയേറ്ററിലുള്ള ഒരു സിനിമ അതല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ TV ചാനലിലും OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം. അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് OTT വഴിയാണെങ്കിലും ചാനൽ വഴിയൊക്കെ ആണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ സിനിമയിൽ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണാതിരിക്കാം. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പൈറേറ്റഡ് കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്നതാണ്. അല്ലാതെ നമ്മൾ സിനിമയ്ക്കകത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈമാണ് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഇത്രയും ആളുകൾ കാണാൻ പോകുന്നു, തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തരെയും ക്യാമറയുണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ച് അങ്ങനെയൊന്നും തിയേറ്ററിൽ കയറ്റാൻ പറ്റില്ല. അത് ഭയങ്കര പക്ഷേ ഞാൻ ചോദിക്കാന്നല്ല, കാരണം തിയേറ്റർ പ്രിന്റ് ഓക്കെ ഫൈൻ, തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണോ HD ഇറങ്ങുന്നതില് ഒന്നുകിൽ സിനിമയ്ക്ക് അതെനിക്ക് അറിയില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നാലും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ കേസിന്റെ ഭാഗമൊക്കെ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് ഒരേ സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് AI വെച്ച് എൻഹാൻസ് ചെയ്തിട്ട് HD പ്രിന്റാക്കി ഇറക്കേണ്ട ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും തടയാനുള്ള സംവിധാനം എന്തായാലും സിനിമയ്ക്കകത്തുള്ള ആൾക്കാരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് തടഞ്ഞേനെ. പക്ഷേ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊക്കെ ഒരു HD പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിഭീകരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ നിങ്ങളെപ്പോഴും തന്നെ ഒരു പ്രേക്ഷകരാണ്. ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ TV-യിലും അല്ലെങ്കിൽ OTT-യിലും ഒക്കെ ആയിട്ട് കാണുന്ന ആളാണ്. പൈറേറ്റഡ് കോപ്പിയൊക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ ജനിച്ചു വരുമ്പോൾ മുതൽ തിയേറ്ററിൽ മാത്രം സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു എത്തിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നു. നമുക്ക് സിനിമയിലാണെങ്കിലും TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും നമുക്ക് സിനിമ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകർ എല്ലാവരും ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ ഇത്രയും ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും 8K ഷൂട്ട് ചെയ്യുന്ന സിനിമ 4K 2K പല തിയേറ്ററുകളിലും പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അത് തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആ ക്വാളിറ്റി അല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഭീകരമാണ് ആ അവയർനെസ് ഉണ്ടായതിനു ശേഷം നമ്മളത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയാം. പൈറസി മോഷണവും പൈറേറ്റഡ് കോപ്പികൾ കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുകയോ ആണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ അങ്ങനെയൊക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം ഉപയോഗിക്കില്ല, മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന ഒന്ന് സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. കാര്യം എന്ന് വെച്ചാൽ ഇതാരും ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്തിനാണ് പൈറസി? അതാണ് അതിൻ്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്ന് തോന്നുന്നു. ഷൂട്ട് ചെയ്തിട്ടുള്ളത് എത്രത്തോളം എഫർട്ട് എടുത്തിട്ടുണ്ട്? അത് നമുക്ക് കുറച്ച് ദിവസം റിഹേഴ്സൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അനക്കർ എന്ന് പറയുന്ന ആക്ഷൻ ഡയറക്ടർ അദ്ദേഹം ഒരു ഫൈറ്റ് സീക്വൻസിനകത്തുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ത്രൈവ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അത് നമ്മൾ ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസിലുള്ള അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ ആവശ്യമായിരുന്നു. ഈ സിനിമയുടെ ഒരു സ്വഭാവം, ഈ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം ഒക്കെ വെച്ചിട്ട് ആ ഫൈറ്റ് സീൻസിൽ നമുക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ വേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അത് നമുക്കൊരു ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് എന്നാൽ ഫൈറ്റ് സീക്വൻസിൻ്റെ ആ ഒരു പ്രൊഫഷണൽ ആംഗിൾ കുറയാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു.
പക്ഷെ അതൊരു ടീം വർക്കാണ്. എല്ലാവരും കൂടെ ചെയ്യുന്ന സമയത്ത്, എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനേ പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റി എടുത്തു പോകും. അല്ല, പ്രൊമോഷണൽ ഇന്റർവ്യൂ മുതൽ ഇപ്പൊ ഈ പ്രസ് മീറ്റ് വരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള തൃശ്യാമിനെ എവിടെ കാണുന്നില്ല, എല്ലാരും ചോദിക്കുന്നത് അതാണ്. പുള്ളിക്കാരി ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു വരാനിരുന്നായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പുള്ളിക്കാരിക്ക് ഒരു പേഴ്സണൽ ലോസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കൂടെ 10-12 വർഷമായിട്ടുള്ള പുള്ളിക്കാരി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നായ്ക്കുട്ടി. ആ നായ്ക്കുട്ടിയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം, നായ്ക്കുട്ടിയല്ല, അവരുടെ പെറ്റിൻ്റെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം സിനിമയിൽ നിന്നും പ്രൊമോഷൻസിൽ നിന്നൊക്കെ ബ്രേക്ക് എടുക്കുക എന്നുള്ള ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പോസ്റ്റ് റിലീസ് നമുക്ക് 5-ാം തീയതി തൊട്ട് പ്രൊമോഷൻ വരാം എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു പെറ്റ് ലവർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ദൗർഭാഗ്യകരമായി പോയത് ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്തായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നോക്കുന്ന സമയത്ത് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം, വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന ഒരു പെറ്റ് ഇല്ലാതാവുമ്പോഴൊരു വിഷമം. അത് കാരണം നമുക്ക് ആ സമയത്ത് അത് പറ്റില്ല, നമുക്ക് സിനിമയിലെ പ്രൊമോഷൻ വന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ വാശി പിടിക്കാൻ ഞാൻ കൂട്ടുന്നില്ല. പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇന്ന് പടം 2025 ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് മലയാളത്തിൽ നിന്ന് റിലീസായ ഫിലിമാണ്. അപ്പോൾ ഇന്ന് പടം കാണാൻ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാരൻസ് ആണെങ്കിലും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അതേപോലെ ഇത് എത്രത്തോളം സ്പെഷ്യലാണ് ഐഡൻറ്റിറ്റി? തീർച്ചയായിട്ടും ഐഡൻറ്റിറ്റി കാണാനായിട്ട്, ഐഡൻറ്റിറ്റി അല്ല എല്ലാ സിനിമകളും ഞാൻ ഫാമിലിയോടൊപ്പം ഫസ്റ്റ് തന്നെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അത് പക്ഷെ ഞാൻ അവർക്ക് എന്നോട് ഇഷ്ടമുള്ള കാരണം കൊണ്ട് ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ മാത്രം എനിക്ക് സ്പോൺസർ എടുക്കാൻ പറ്റില്ല. അപ്പം എന്നോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ലാത്ത ആളുകൾ പറയുന്നതാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലേക്ക് എടുക്കുകയും തുടർന്ന് അങ്ങോട്ട് വേണ്ട കറക്ഷൻസ് വരുത്തുകയും ചെയ്യുന്നത്. ഇവരുടെ കൂടെ സിനിമ കാണുക എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്. പിന്നെ അഖിലും അനസും പലതവണ വീട്ടിലേക്ക് വരികയും നെയ്സാറും പ്രൈവസും വീട്ടിലേക്ക് വരികയും ഇവർക്കൊക്കെ വീട്ടുകാരായിട്ടും ഒക്കെ അടുപ്പമുള്ള, ഞങ്ങൾ കള്ള ചെയ്യുന്ന സമയത്താണെങ്കിൽ അഖിലും രോഹിത്തും അതുപോലെ ചമനും ഒക്കെ എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ ഫാമിലിയായിട്ടും അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും കൂടെ സിനിമയുടെ ക്രൂവും എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെ സിനിമ കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ARM ആണെങ്കിൽ പടം എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് പടം ഇറങ്ങി വലിയൊരു സക്സസ് ആയി. ഇപ്പം ഈ പടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം പടം ഇറങ്ങി നല്ലൊരു അഭിപ്രായം വരുന്നുണ്ട്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള സിനിമകൾ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാകും. അതിനൊക്കെ അതിജീവിച്ച് സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുന്നത് തന്നെ ആണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് പ്രേക്ഷകരുടെ റെസ്പോൺസ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്കതങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുകയും പ്രേക്ഷകരുടെ റെസ്പോൺസ് നമുക്ക് പോസിറ്റീവായിട്ട് വരികയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ അതിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തോ ഒക്കെ നമ്മൾ എന്തിനെയൊക്കെ തരണം ചെയ്തോ അതെല്ലാം നിഷ്പ്രഭമായി പോകും. കാര്യം നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ലാതായി പോകും. എൻഡിൽ സിനിമ നന്നായോ പെർഫോമൻസ് നന്നായോ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മുടെ പെർഫോമൻസ് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും നമുക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതിനുണ്ടായുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. അതിരിക്കുന്ന എല്ലാ സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പോകും. ഓക്കെ. പിന്നെ അതേപോലെ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സിനിമയിൽ ഓവർ ദ ടോപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ക്യാമറയാണ്. സോ DOP എത്രത്തോളം അല്ല ഉള്ളതിൽ ഏറ്റവും അടിപൊളിയായിട്ട്, അതായത് എത്രത്തോളം കഷ്ടപ്പെട്ടു? ഇതിനു മുന്നേ ഞാൻ ചെയ്ത പടം 2018 അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരുന്നു കുറച്ചുകൂടി ടഫ്. 2018 നമുക്ക് ഈ പറഞ്ഞൊരു ടാങ്ക് ഉണ്ട്, വെള്ളമുണ്ട്, വെള്ളത്തിൽ കിടന്ന് ഷൂട്ട് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇതിനകത്ത് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക്. ഈ റോഡ് നല്ല ടെമ്പറേച്ചറിൽ ഷൂട്ട് ചെയ്യുന്നു. അത്യാവശ്യം കുറേ ഷോട്ട്സ് ഹാൻഡിൽഡ് ആണ്. അത്യാവശ്യം അനമോർഫിക്കിലെ ഷൂട്ട് ചെയ്തത് നല്ല വെയിറ്റുള്ള ക്യാമറ. റോവി എപ്പോഴും എല്ലാം ഇട്ടു പറയുന്നത് ഞാനൊരു മടിയനാണെന്ന് പറയാറൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടഫായിരുന്നു ഇതിന്റെ ഷൂട്ട്.
ആക്ച്വലി പണിയാണ്, പക്ഷെ ഭയങ്കര പണിയെടുക്കും, അവർക്ക് പോലും അറിയാതെ. സിനിമ ഷൂട്ടിങ്ങിന് വരുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഈ സാധനം ഷോർട്ട് റെഡി എന്ന് പറയുന്നത് മടി അവന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തിയില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മടിയുള്ളതാണ്, എനിക്ക് ബേസിക്കലി ഉള്ളതാണ്. എന്റെ വൈഫ് എല്ലാവരും വീട്ടുകാരെല്ലാവരും പറയുന്നത് സാധനം തന്നെയാണ്. പക്ഷെ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എനിക്ക് അത് അങ്ങനെ തോന്നാറില്ല. കാരണം അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാനെല്ലാം വർക്ക് ചെയ്യാറുള്ളത്. ഈ ഐഡന്റിറ്റി ഇത്ര ടഫാണെങ്കിലും അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, പല ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഉള്ളൊരു അത്യാവശ്യം ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇതിന്റെയൊക്കെ റിസൾട്ട് കാണുമ്പോൾ ഹാപ്പി ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ടോവിനോ, ഇപ്പൊ മലയാളത്തിൽ തന്നെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള